നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കിഡ്സ് ഓൺലൈനിലേക്ക് സ്വാഗതം. PSC എക്സാമുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനകൾ എത്ര തരമുണ്ട്? 2 തരമുണ്ട്, ലിഖിതവും അലിഖിതവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടന എന്ന ആശയം ഉദയം കൊണ്ടത് ഏതു രാജ്യത്താണ്? അമേരിക്കയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഭരണഘടന എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി മുന്നോട്ട് വെച്ചതാര്? ആൻസർ M.N. റോയ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി? സ്വരാജ് പാർട്ടി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഏത് പദ്ധതിക്ക് അനുസൃതമായാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? ആൻസർ ക്യാബിനറ്റ് മിഷൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം? 1946. സെവൻത് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ്? 1946 ഡിസംബർ 6. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ അധ്യക്ഷൻ ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. നയൻത് ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. 10th ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 11th ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. 12th ക്വസ്റ്റ്യൻ, ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയത് എന്ന്? 1949 നവംബർ 26. 13th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? ആൻസർ 1950 ജനുവരി 26. 14th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. 15th ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര്? JB കൃപലാനി. 16th ക്വസ്റ്റ്യൻ, ആകെ എത്ര അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആദ്യം ഉണ്ടായിരുന്നത്? 389. 17th ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത വ്യക്തി ആര്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 18th ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. 19th ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. 20th ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആര്? ആൻസർ നന്ദലാൽ ബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? ആൻസർ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. അതിൻ്റെ 20ാം വാർഷികം എന്ന നിലയ്ക്കാണ് 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ ആദ്യ രൂപം തയ്യാറാക്കിയത്? ഹിന്ദിയിലും ഇംഗ്ലീഷിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത്? അയർലൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയോടാണ് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്? ബ്രിട്ടൻ. 26th ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച വകുപ്പുകൾ ഏതു രാജ്യത്തിൻ്റെ സംഭാവനയാണ്? ജർമ്മനിയുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഭരണഘടനയിലെ അധികാര വിഭജനം ഏതു രാജ്യത്തു നിന്നും കടം കൊണ്ടതാണ്? ഉത്തരം കാനഡയിൽ നിന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏതു രാജ്യത്തിൽ നിന്നുമാണ് നാം സ്വീകരിച്ചത്? ഫ്രാൻസിൽ നിന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതികളുടെ ആശയം ഏതു രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്?
സോവിയറ്റ് യൂണിയനിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുടെ പ്രവർത്തനം സംബന്ധിച്ച നിയമങ്ങൾ ഏതു രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ആൻസർ, ജപ്പാനിൽ നിന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ എത്ര? ആൻസർ, 6. ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ് കൺകറന്റ് ലിസ്റ്റ്? ഓസ്ട്രേലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തായിരുന്നു ക്യാബിനറ്റ് മിഷൻ? ആൻസർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഏർപ്പെടുത്തിയ സമിതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഭരണഘടന അനുസരിച്ച് അധികാരങ്ങൾ എത്രയായി പകുത്തിട്ടുണ്ട്? ഏതൊക്കെയാണവ? ആൻസർ, 3. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഫെഡറൽ സംവിധാനം? രാഷ്ട്രത്തിൻ്റെ പരമാധികാരം കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് വിഭജിച്ചു നൽകുന്ന രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദി മാതൃഭാഷയല്ലാത്ത സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം ഏതു ഭാഷയിലായിരിക്കണം എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഭരണഘടനയുടെ ആദ്യ രൂപത്തിൽ എത്ര വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്? ആൻസർ, 395. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രകാരം പിരിച്ചുവിടപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഭരണഘടനാ ദിവസം ഏത്? നവംബർ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്ന തീയതി? 1946 ഡിസംബർ 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്ന മലയാളി വനിതകൾ? ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി, താക്കോൽ, ആത്മാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്ത്? ആമുഖം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏതു കേസിലാണ്? 1973 കേശവാനന്ദ ഭാരതി കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാഗ്ന കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്ത്? മൗലികാവകാശങ്ങൾ. കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.